അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ ലഭിക്കുന്ന ഭക്ഷ്യദാന കൂപ്പൺ കോൺഗ്രസ് കൗൺസിലർ തട്ടിയെടുത്തുവെന്ന് പരാതി. ചേർത്തല നഗരസഭയിലെ 25-ാം വാർഡ് കൗൺസിലർ MA സാജുവിനെതിരെയാണ് CV ആനന്ദ്കുമാർ എന്നയാൾ പരാതി നൽകിയത്. അതേസമയം ആനന്ദ്കുമാറിന്റെ അനുമതിയോടെ അർഹതപ്പെട്ട മറ്റൊരാൾക്ക് ഭക്ഷ്യദാന കൂപ്പൺ നൽകിയെന്നാണ് കൗൺസിലർ MA സാജുവിന്റെ പ്രതികരണം. ഇത്തരത്തിൽ ഈ ഭക്ഷ്യധാന്യ കൂപ്പൺ ലഭിച്ചില്ല എന്നൊരു പരാതി അങ്ങിപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. ഈ കൗൺസിലറായ സാജു എന്നതാണ് ഇത്തരത്തിൽ ഈ ഒരു ഭക്ഷ്യധാന്യ കൂപ്പൺ നൽകാത്തതെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലേ? എന്താണ്? അറിഞ്ഞിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എന്നെ ഈ ലിസ്റ്റിൽ പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ അന്വേഷണത്തിന് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുമായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ വീട് എൻ്റെ അല്ല, വീടും സ്ഥലമൊന്നും എൻ്റെ അല്ല, അത് നമ്മുടെ പെങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച് വെച്ചിരിക്കണം. ഞാൻ ഇതിനകത്ത് കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 2021 കോവിഡിന് ശേഷം എനിക്ക് സുഖമില്ലാതെ വന്നിട്ട് 48 ദിവസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. ഈ സമയത്തൊന്നും ഇവരാരും അന്വേഷിക്കണോ തിരക്കണോ ഒന്നുമില്ല. അത് കഴിഞ്ഞാണ് ഈ അതിദരിദ്ര ലിസ്റ്റിൽ ഈ വാർഡിൻ്റെ ഇതിൽ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ പേരിലുള്ള ചില ആനുകൂല്യങ്ങൾ തരുമെന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അറിയിക്കണതും അവരതും പ്രകാരം ഇവിടെ വന്ന് അന്വേഷിച്ച് പോയവരൊക്കെ ചോദിച്ചതിനനുസരിച്ച് എനിക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് ചോദിച്ചപ്പോൾ ലോട്ടറി ബിസിനസ് ആയിരുന്നു എൻ്റെ, അത് തന്നെ ചെയ്യാം. പിന്നെ ഈ കൂപ്പണുമായിട്ട് വന്നപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ കൂപ്പൺ എനിക്ക് വേണ്ട, എന്നെ പോലെ അർഹതപ്പെട്ട മറ്റൊരാൾ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. എനിക്ക് ഈ കൂപ്പണും ഈ കിറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല. ഇവിടെ ഈ ഭക്ഷ്യധാന്യ കൂപ്പൺ അതായത് അത് 2024 ഡിസംബർ മുതൽ ഈ കൗൺസിൽ കൈപ്പറ്റുന്നു, അത് താങ്കൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ പരാതിയിൽ പറയുന്നത് അല്ലേ? അതെ, എൻ്റെ പരാതി പറയണമെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വന്ന് അന്വേഷിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പെൻഷൻ്റെ പേപ്പർ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അക്ഷയ ചെന്നു. അക്ഷയ നിന്ന് ഇതെല്ലാം കൂടി കൊണ്ട് മുനിസിപ്പാലിറ്റി കൊടുക്കാൻ ചെന്നപ്പോഴാണ് അവിടെ വെച്ച് ഇതിനെപ്പറ്റി ചോദ്യം ഉണ്ടായപ്പോൾ എനിക്ക് കിട്ടണില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ആ സെക്ഷനിൽ അന്വേഷിച്ചപ്പം ആ സെക്ഷനിൽ നിന്ന് കിറ്റ് ആരോ മേടിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് അറിവ് കിട്ടി. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ചെയർപേഴ്സൺ വിളിപ്പിച്ചിരുന്നു. അവരുടെ മുമ്പിലും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിലെ കിറ്റ് മേടിച്ചിട്ടില്ല, അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് തന്നെ മേടിക്കുമെന്നും പറഞ്ഞ് ഞാൻ ചെന്നപ്പോഴാണ് ഞാൻ ഒപ്പിടാൻ നേരത്ത് നോക്കുമ്പോൾ ആ ബുക്കയിൽ എല്ലാ മാസവും മേടിക്കണമായിട്ട് ഒപ്പിട്ട് കൂപ്പൺ മേടിക്കുന്നതായിട്ട് അത് ഈ സാജു എന്ന് പറയുന്ന കൗൺസിലാണ് അത് ഒപ്പിട്ടേക്കുന്നത് അവിടെ. എന്തായാലും ആ വാർഡിലെ ഈ ആരോപണ വിധേയനായ കൗൺസിലർ MA സാജു നമ്മളിപ്പം ചേരുകയാണ്. ഇതിൽ ഇത്തരത്തിലൊരു അതീവ ഗുരുതരമായ ഒരു പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഈ ഭക്ഷ്യ കൂപ്പൺ അത് കൗൺസിലർ അടിച്ചു മാറ്റി തനിക്കത് അറിഞ്ഞില്ല എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. വളരെ ഗൗരവമായ ഒരു വിഷയം കൂടിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്കെതിരെ അത്തരത്തിൽ പരാതി ഉയരാൻ കാരണം? അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ ഈ പത്രത്തിൽ ഈ ഒരു സാധനം കാണുന്നുണ്ട്. അപ്പം നിലവിൽ പുള്ളിയെ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ വാർഡിലൊരു ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് പോകും. അപ്പോൾ ഈ 2023 കാലഘട്ടങ്ങളിൽ ഒരു ഓണക്കാലത്ത് ഞാനൊരു മുണ്ടും 200 രൂപയായിട്ട് ഞാൻ പുള്ളിക്ക് കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ ഞാൻ അന്ന് ചോദിച്ചിരുന്നു, ചേട്ടാ ഇപ്പം ഭക്ഷണമോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ, എവിടെന്നെങ്കിലും നമ്മൾ ഒരു കിറ്റോ കാര്യങ്ങളോ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അനിയ ഇവിടെ ഈ പാചകം ചെയ്യാനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗമോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി തന്നാൽ വളരെ ഉപകാരമെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അതിനിടയിലാണ് നിലവിൽ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന അതിദരിദ്രരായ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പദ്ധതി വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ഞാൻ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ആനന്ദകുമാർ എൻ്റെ വാർഡിൽ താമസമാണെന്നുള്ളൊരു സാക്ഷ്യപത്രം തയ്യാറാക്കി ആനന്ദകുമാറിന് വെള്ളപ്പേപ്പറിൽ ആപ്ലിക്കേഷൻ ഞാൻ തയ്യാറാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ട് കുടുംബശ്രീയുടെ ഓഫീസിൽ കൊടുത്തു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ചെക്ക് തന്നിട്ട് ഞാൻ ചെക്ക് വാങ്ങി ആനന്ദകുമാറുമായി പോയി കേരള ബാങ്കിൽ, നഗരസഭയുടെ പറ്റുള്ള കേരള ബാങ്കിൽ നിന്ന് മാറി ആ ക്യാഷും ഏകദേശം 11,763 83 അത്രയും ക്യാഷും പുള്ളിക്ക് നമ്മളത് കൊടുത്തതാണ്. നേരത്തെ ചോദിച്ചിരുന്നത് കൊണ്ടും അദ്ദേഹത്തോട് കിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അനിയ ആർക്കെങ്കിലും ആവശ്യമുള്ള എന്നെപ്പോലെ പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്തോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ 25-ാം വാർഡിലെ തന്നെ കൈലാസത്തുള്ളി വീട്ടിൽ അംബിക പ്രസാദ് എന്ന് പറയുന്ന ഭർത്താവ് മരണപ്പെട്ടുപോയ മകൻ മരണപ്പെട്ടുപോയ ഒരു മകള് മാത്രമുള്ള ചേച്ചിക്ക് ഞാൻ ഈ കിറ്റ് നൽകിയിരുന്നത്. അപ്പോൾ ചേച്ചി ഈ വിഷയം അറിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയാം, ഇനിയിപ്പോൾ ഫോണിൽ സംസാരിക്കണമെങ്കിൽ അങ്ങനെ വീഡിയോ കോൾ വരണമെങ്കിൽ ഞാൻ അങ്ങനെ വരാം, ഇനി അതല്ല ഞാൻ അവിടുന്ന് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യസന്ധമായ കാര്യം. CB ജോസഫ് ഉണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. CB ജോസഫ്, നമ്മൾ പരാതിക്കാരൻ്റെയും ഒപ്പം തന്നെ ഈ കൗൺസിലറുടെയും പ്രതികരണങ്ങൾ കേട്ടു. രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്?
അജി, എന്തായാലും ഈ ഒരു സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന അല്ലെങ്കിൽ ദാരിദ്ര്യ മുക്ത അതിദാരിദ്ര്യ മുക്ത കേരളമായി പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഈ ഒരു വിവാദമുണ്ടായതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിൽ ഈ DP ആനന്ദകുമാർ എന്നയാളാണ് ഈ പരാതിക്കാരൻ. ഇയാൾ നൽകിയ പരാതി തന്റെ പേരിൽ ലഭിച്ചിരുന്ന ഈ ഒരു ഭക്ഷ്യ കൂപ്പൺ അത് തനിക്ക് ലഭിച്ചിരുന്നതും ഈ പദ്ധതിയെക്കുറിച്ച് തന്നെ തനിക്ക് അറിവില്ല എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ പരാതി. മാത്രമല്ല ഇതിൽ 25ാം വാർഡ് കൗൺസിലറായ സാജു തന്റെ കൂപ്പൺ കൈക്കലാക്കി എന്നുള്ളൊരു പരാതി പ്രകാരം നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയിരിക്കുകയും അതിൽ അന്വേഷണം നടക്കുകയുമാണ്. ആ സമയത്താണ് ഇപ്പോൾ ഈ കൗൺസിലറുമായി നമ്മൾ സംസാരിക്കുകയും കൗൺസിലർ വ്യക്തമാക്കിയത് ഇദ്ദേഹത്തോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അറിവോടെയാണ് അർഹതപ്പെട്ട മറ്റൊരാൾക്ക് നൽകിയതെന്നും ഇദ്ദേഹം പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരനായ ആനന്ദകുമാറിന് നേരത്തെ ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോട്ടറിയും മറ്റ് അനുബന്ധ സാധനങ്ങളും നൽകി. അതുകൂടാതെ ഇയാൾക്ക് വീടും സ്ഥലവും നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയും സ്ഥലം വാങ്ങി വീട് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതിലൊരു കാര്യം ഇപ്പോൾ നമുക്ക് അവിടെ അയൽവാസികളടക്കം ചൂണ്ടിക്കാട്ടുന്നതും ഇയാൾ അവിടെ ഭക്ഷണം വെച്ച് കഴിക്കുന്നില്ല എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. എന്തായാലും പരാതി അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതൊരു വിവാദമായ കാര്യമാണ്. ഈ ഭക്ഷ്യധാന്യ കൂപ്പൺ അത് ഒരു മാസം 500 രൂപ വെച്ച് കഴിഞ്ഞ 2024 ഡിസംബർ മുതൽ ഈ ഒക്ടോബർ വരെയുള്ള അല്ലെങ്കിൽ ഈ കൂപ്പണാണ് ഇത്തരത്തിൽ ഈ കൗൺസിലർ അടിച്ചു മാറ്റിയെന്ന രീതിയിലുള്ള വാർത്ത വരികയും അത് വിവാദമാകുകയും പരാതിയായി എത്തിയിരിക്കുന്നത്. ഇതിലിപ്പോൾ നടപടി അല്ലെങ്കിൽ അതനുസരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ കൗൺസിലർ പറയുന്നത് ഇയാളുടെ അനുമതിയോട് കൂടിയാണെന്നുള്ളതാണ്. ഇതിലൊരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഇയാളുടെ ഈ ഒരു പരാതിക്കാരനായ ആനന്ദകുമാറിന്റെ അയൽവാസികളടക്കം ചൂണ്ടിക്കാട്ടുന്നതും പക്ഷേ ഇയാൾക്ക് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതൊരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. അതൊരു രാഷ്ട്രീയമായ ഒരു ആസൂത്രിതമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുതലെടുപ്പിലേക്ക് കൂടി ഈ ഒരു സംഭവം മാറുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം.